നമുക്കറിയാം സ്വാപ്പ് ഡീലിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ. എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റിയ താരങ്ങൾ ഈ ലിസ്റ്റേണും സഹലും അതുപോലെ തന്നെ എന്താ പറയുക ആശിഷ് റായ് ഒന്നും അല്ലാതെ നമുക്ക് മേടിക്കാൻ പറ്റിയ കുറച്ച് താരങ്ങളുണ്ട്. അതായത് അവരുടെ വമ്പൻ താരങ്ങളുമല്ല, പക്ഷേ അവരുടെ ഫ്യൂച്ചർ താരങ്ങൾ എന്നൊക്കെ പറയാം. സോ അവരെ നമുക്ക് വേണമെങ്കിൽ മേടിക്കുക ഈ ഒരു പ്രീതം കോട്ടാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങളെ വെച്ചൊരു സ്വാപ്പ് ഡീലിലൂടെ. എന്തായാലും ആ ഒരു താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ നമ്മുടെ വീക്കായുള്ള പൊസിഷൻ കവർ ചെയ്യാൻ പറ്റിയ താരങ്ങൾ കൂടിയാണ് ഇവർ. എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വീഡിയോയ്ക്ക്. സോ എല്ലാവരും ഉറപ്പായിട്ട് തന്നെ ലൈക്ക് ചെയ്യുക. 100 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് മാക്സിമം ഒന്ന് എല്ലാവരും എത്തിക്കുക. ഇതിൽ ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് ടൈസൺ സിംഗ് ആണ്. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരമാണ്. റൈറ്റ് വിങ്ങറാണ്. വളരെ മികച്ച രീതിയിൽ റൈറ്റ് വിങ്ങിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് അവർ റിസർവ് ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം CFL ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. സോ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്വാപ്പ് ഡീൽ വഴി സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് വിങ്ങിലെ പ്രശ്നത്തിന് ഒരു ചെറിയ പരിഹാരമെങ്കിലും ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് അവരുടെ ഫ്യൂച്ചർ താരമാണ്. ഒരു ഫ്യൂച്ചറിലേക്ക് വെച്ചിരിക്കുന്ന ഒരു താരമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അവർ തരുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വളരെ മികച്ചൊരു താരമാണ്. ഇനി രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് രവി റാണ എന്ന് പറയുന്ന മറ്റൊരു യങ് താരമാണ്. 21 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു റൈറ്റ് ബാക്കാണ്. നമുക്കറിയാം നമ്മുടെ ആ ഒരു പൊസിഷൻ കുറച്ച് വീക്കാണ്. സോ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു താരമാണ് രവി റാണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ സീനിയർ ടീമിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ളൊരു താരം കൂടിയാണ്. അതുമാത്രമല്ല CFL അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ വളരെയധികം മികച്ചതാണ്. ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് ദിപേന്ദു ബിശ്വാസ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ ബാക്ക് താരമാണ്. ഒരു പക്ഷേ പ്രീതം കോട്ടലിനെ കൊടുത്ത് ഇദ്ദേഹത്തെ മേടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സൈനിങ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 21 വയസ്സാണ് ഇദ്ദേഹത്തിൻ്റെ പ്രായം തോന്നുന്നു. നല്ലൊരു സെൻറ്റർ ബാക്കാണ്. പ്രോപ്പർ ഒരു സെൻറ്റർ ബാക്ക് എന്ന് തന്നെ പറയണം. ഫിസിക്ക് കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത രീതിയിലൊക്കെ വേറെ ലെവലൊരു താരമാണ്. ഈ ഒരു സ്വാപ്പ് ഡീലിലേക്ക് പോകുമ്പോൾ ഈ 3 താരങ്ങളിൽ ഒരാളെ നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ലോട്ടറിയാണ് എന്ന് തന്നെ പറയണം. കാരണം 3 പേരും മികച്ച താരങ്ങളാണ്. പിന്നെ നമുക്കറിയാം സുഹേൽ അഹമ്മദ് ഭട്ട് എന്ന് പറയുന്ന ഒരു താരമുണ്ട്. ഭയങ്കര നല്ല രീതിയിലൊക്കെ പ്രഷർ ചെയ്ത് കളിക്കാൻ പറ്റിയൊരു താരമാണ്. സോ അദ്ദേഹത്തെയും കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്കറിയാം സെൻട്രൽ ഫോർവേഡിൽ അതായത് ഇന്ത്യൻ താരം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിനിഷർ റോളിൽ എന്താ പറയുക നമ്മുടെ ഇഷാൻ പണ്ഡിത മാത്രമേ ഉള്ളൂ. പിന്നെ KP രാഹുലൊക്കെ ആ ഒരു പൊസിഷൻ കളിക്കും. പിന്നെ ശ്രീകുട്ടനുണ്ട്. എങ്കിൽ പോലും നമ്മുടെ സുഹേൽ അഹമ്മദ് ഭട്ട് അദ്ദേഹം നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് കളിക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തെയും കൂടെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സോ ഒരു സ്വാപ്പ് ഡീലിന് പോവുകയാണെങ്കിൽ ഈ ഒരു 3-4 താരങ്ങളെയാണ് ഞാൻ പ്രിഫർ ചെയ്യുക കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ. അതായത് അവർക്ക് വലിയ പ്രശ്നമില്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്. പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ഫ്യൂച്ചർ എന്ന് കരുതി വെച്ചിരിക്കുന്ന താരങ്ങളാണ് എന്ന് മാത്രമാണ്. അല്ലാത്ത രീതിയിൽ നോക്കുമ്പോൾ വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സ്വാപ്പ് ഡീലിലൂടെ കൊണ്ടുവരാൻ പറ്റിയ താരങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് റൈറ്റ് ബാക്ക്, റൈറ്റ് വിങ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രവി റാണ ഒന്നുകൂടെ പറയുകയാണ്. രവി റാണയും അതുപോലെ തന്നെ ടൈസൺ സിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ്. സോ ഇവരെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. സോ സ്വാപ്പ് ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മൂവിന് പോവുക അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.